കോൺഗ്രസിനെ നാണം കെടുത്തിയത്, UDFിനെ അടപടലം നാറ്റിച്ചത് സതീശനിസം എന്ന വൃത്തികേടാണ് എന്ന തരത്തിൽ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ആളുകൾ. ചെന്നിത്തല പലപ്പോഴും സതീശനെ വിമർശിക്കാറുണ്ട്. വിമർശിക്കുന്നത് സതുദ്ദേശപരമായാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇങ്ങോട്ടുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സതീശൻ മേൽക്കൈ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സതീശൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്രമാദിത്വം, തൻ്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നത് എന്ന് സ്വന്തം ക്രെഡിറ്റിലേക്ക് ഈ വിജയങ്ങളൊക്കെ മാറ്റിയിരുന്നു. അതല്ല, 18ഓളം തെരഞ്ഞെടുപ്പുകൾക്ക് ഉമ്മൻചാണ്ടിയും താനുമൊക്കെ നേതൃത്വം കൊടുത്തു. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ PR വർക്ക് സതീശന് വേണ്ടി നടക്കുന്നുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നു. ചെന്നിത്തല പലപ്പോഴും യുവനേതാക്കളുടെ ഈ വഴിവിട്ട പോക്കുകൾ, യുവനേതാക്കളുടെ റീൽസ് കളി, അതിനൊക്കെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഈ 3 നേതാക്കളും സ്വന്തം കയ്യിൽ നിന്ന് കറ കഴുകിക്കളഞ്ഞെങ്കിലും കോൺഗ്രസിനെ അവതാളത്തിൽപ്പെടുത്തിയത്, അപകടത്തിൽപ്പെടുത്തിയത് ഈ 3 പേരാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. ഇത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, രമേശ് ചെന്നിത്തല ഈ കളം പിടിക്കുന്ന അവസ്ഥയാണ്. രമേശ് ചെന്നിത്തല പറയുന്നത് ആണ് ശരി എന്ന തരത്തിലേക്ക് കോൺഗ്രസ് അണികളും മറ്റ് നേതാക്കളും എത്തിച്ചേരുന്ന ഒരു അപൂർവ കാഴ്ച കൂടി കോൺഗ്രസിനുള്ളിൽ സംജാതമായിട്ടുണ്ട്. മാങ്കൂട്ടത്തിലിൻ്റെ ഈ കോഴിച്ചാറ്റും കോഴികളിയും കൊണ്ട് എന്നതാണ് വസ്തുത.